ഇനി ഇന്നലത്തെ സെമിഫൈനൽ മത്സരത്തിന്റെ വിലയിരുത്തലുകളുമായി ഇന്ന് സൂപ്പർ 20യിൽ പങ്കെടുക്കുന്നത് BCCI ലെവൽ 1 അമ്പയറും കുറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനും കൂടിയായ സുനിൽ രാമചന്ദ്രനാണ്. ശ്രീ സുനിൽ രാമചന്ദ്രൻ, സ്വാഗതം സൂപ്പർ 20യിലേക്ക്. ഇന്നലത്തെ മത്സരം താങ്കളും വീക്ഷിച്ചു കാണും. ഓസ്ട്രേലിയയും വിൻഡീസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ക്രിക്കറ്റിന്റെ ലോകത്തെ മുടിചൂടാ മന്നന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഓസ്ട്രേലിയ വിൻഡീസിന് മുന്നിൽ തകർന്നു തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇത്തരത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങാനിടയായ സാഹചര്യങ്ങൾ? ആദ്യം തന്നെ നമ്മൾ ഓസ്ട്രേലിയ ഒരു മുടി ചൂടാൻ മന്നന്മാരെ എന്ന് നമുക്ക് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം ടീമുകൾ തമ്മിലുള്ള അന്തരം വളരെയധികം കുറവാണ്. ഇതിപ്പോൾ ഒരു 2020 മാച്ചാണ്. 2020 എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. ക്രിക്കറ്റേ അൺപ്രഡിക്റ്റബിൾ ആണ്. അതിൽ 2020 വളരെയധികം ഷോർട്ടർ ഫോർമാറ്റ് ആയതുകൊണ്ട് തീർത്തും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. രണ്ടാമത് ഓസ്ട്രേലിയനെ നമ്മൾ വെസ്റ്റ് ഇൻഡീസായിട്ട് കാണുന്നതിന് മുമ്പ് അതിന് മുന്നത്തെ മാച്ചിൽ പാകിസ്ഥാനായിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ ഓസ്ട്രേലിയ എന്താണ് എന്നുള്ളത് പാകിസ്ഥാൻ തുറന്ന് കാണിച്ചു തരാണ് ചെയ്തത്. ഷെയ്ൻ വാട്സൺ എന്നുള്ളൊരു പ്ലെയർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എല്ലാ മാച്ചിലും ഷെയ്ൻ വാട്സണാണ് റൺ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയുടെ പ്രകടനം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓസ്ട്രേലിയ എന്ന സൈഡാണ് റൺ അടിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയ അല്ല ശരിക്കും റൺ അടിക്കുന്നുണ്ടായിരുന്നത്, ഷെയ്ൻ വാട്സണാണ് റൺ അടിക്കുന്നുണ്ടായിരുന്നത്. പാകിസ്ഥാൻ അത് കാണിച്ചു വന്നു. ഷെയ്ൻ വാട്സൺ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ പോവുകയായിരുന്നുവെങ്കിൽ, നേരത്തെ ഷെയ്ൻ വാട്സൺ വീഴുകയാണെങ്കിൽ ഓസ്ട്രേലിയ എന്താണ്? ഓസ്ട്രേലിയ ഒരു തുറന്ന പുസ്തകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഷെയ്ൻ വാട്സൺ എന്നുള്ള ഒരു ഒറ്റയാൾ പോരാളിയാണ് ഓസ്ട്രേലിയയിലെ മുന്നോട്ട് കൊണ്ടിരുന്നത്. രണ്ടാമത് ഇന്നലെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ളൊരു മത്സരം കളിക്കുമ്പോൾ ഒന്നാമത് വെസ്റ്റ് ഇൻഡീസ് ഒരു ഹ്യൂജ് ടാർഗറ്റാണ് മുന്നിൽ വെച്ചത്. 205 205 റണ്ണാണ് വെസ്റ്റ് ഇൻഡീസ് മുന്നിൽ വെച്ച ഒരു സ്കോർ. ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയ ശ്രമിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനീഷ്യലി ഒരു 10 റണ്ണ് 15 റണ്ണ് ഒരു ഓവറിൽ സ്കോർ ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബോളിൻ്റെ മെറിറ്റിനനുസരിച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. ബോളിന് മെറിറ്റിനനുസരിച്ച് ഷോട്ട്സ് പോകാണ്ട് നമ്മൾ ഷോട്ട്സ് കൂടുതൽ ട്രൈ ചെയ്യണം. പിന്നെ ഇന്നലെ ഓട്ടോമാറ്റിക്കലി പാകിസ്ഥാൻ എന്ന പോലെ തന്നെ ഷെയ്ൻ വാട്സൺ ഇനീഷ്യൽ ഓവേഴ്സിൽ വീണു. അതോടുകൂടി ഓസ്ട്രേലിയയുടെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതിലൊരു അപവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയ്ലി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്കിപ്പർ ഇന്നലെ നന്നായി പെർഫോം ചെയ്തു. ഒരുപക്ഷെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു സ്റ്റീവോ ദക്ഷിണാഫ്രിക്കയുടെ അടുത്തൊരു ഇന്നിങ്സ് കളിച്ച പോലെ ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് അവരൊരു ക്യാച്ച് റാംപോൾ വിടുകയുണ്ടായി. ഞാൻ ഒരുപക്ഷെ വിചാരിച്ചു ഗിബ്സ് മുന്നേ സ്റ്റീവോയുടെ ക്യാച്ച് വിട്ട പോലെ ബെയ്ലി ഈ ഇന്നിങ്സ് കൊണ്ടുപോയിട്ട് വിൻ ചെയ്യിക്കുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വെസ്റ്റ് ഇൻഡീസ് ഓസ്ട്രേലിയനെ ഒതുക്കി ഒരു ചെറിയ സ്കോറിൽ ഒതുക്കി. ആദ്യം ബാറ്റ് ചെയ്തത് വിൻഡീസ് ആയതുകൊണ്ടല്ലേ 2012 2020 ലോകകപ്പിൽ 200 മറികടന്ന ഒരു സ്കോർ ഉണ്ടായത്? ഇത് നേരെ മറിച്ച് ഓസ്ട്രേലിയ ആയിരുന്നു ആദ്യം ബാറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇത്തരത്തിൽ ഒരു ഉയർന്ന സ്കോർ നമുക്ക് ഈ ടൂർണമെന്റിന് ലഭിക്കുമായിരുന്നോ? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഓസ്ട്രേലിയ ആണ് ആദ്യം ബാറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അങ്ങനെ സ്കോർ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അതിന് 1-2 കാരണങ്ങളുണ്ട്. ഗെയിൽ എന്ന ഒരു പ്ലെയർ, ഗെയിൽ എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറാണ്. ഒരിക്കലും ഓസ്ട്രേലിയൻ സൈഡിൽ ഒരു ഷെയ്ൻ വാട്സൺ ഉണ്ടെങ്കിൽ പോലും ഒരു ഗെയിലിൻ്റെ അത്ര ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ ഗെയിലിൻ്റെ അത്ര ഒരു സ്ട്രോക്ക് മേക്കിംഗ് എബിലിറ്റിയോ ഈ ഷെയ്ൻ വാട്സണില്ല. പിന്നെ നമ്മൾ ഓസ്ട്രേലിയയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെസ്റ്റ് ഇൻഡീസാണ് എനിക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിൽ ഒരു സ്ട്രോങ്ങർ സൈഡ് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് റൺസ് എടുക്കാൻ പറ്റിയ പ്ലെയേഴ്സാണ്. അതായത് ഇനീഷ്യലി ഇപ്പോൾ ഒരു പൊളാർഡ് ആയാലും ബ്രാവോ ആയാലും അതുപോലെ തന്നെ അവരുടെ ഡൗൺ ദ ഓർഡറിൽ എല്ലാ ബാറ്റ്സ്മാൻമാരും പെട്ടെന്ന് വന്ന് സെറ്റാവൊന്നും വേണ്ട. അവർക്ക് വന്ന് ഫസ്റ്റ് ബോളോ സെക്കൻഡ് ബോളോ സിക്സോ ബൗണ്ടറി കടത്താൻ പറ്റത്തക്ക പ്രാപ്തിയുള്ള പ്ലെയേഴ്സാണ് വെസ്റ്റ് ഇൻഡീസിൽ. നേരെ മറിച്ച് ഓസ്ട്രേലിയയിൽ 1-2 പ്ലെയേഴ്സ് ഉണ്ടെന്നല്ലാണ്ട് ബാക്കി പ്ലെയേഴ്സിനൊന്നും ആ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അത് ഓസ്ട്രേലിയ ഫസ്റ്റ് ബാറ്റ് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു വെസ്റ്റ് ഇൻഡീസ് കുറച്ച് സ്ട്രഗിൾ ചെയ്തേനെ. കാരണം ചേസ് ചെയ്യുക എന്നുള്ളൊരു ഫോമാറ്റിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ട്രഗിൾ ചെയ്യും, കാരണം ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഓസ്ട്രേലിയ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ഹ്യൂജ് സ്കോർ പടുത്തുയർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വിൻഡീസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ക്രിക്കറ്റ് ആരാധകരായാലും മാധ്യമങ്ങളിലായാലും പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഗെയിൽ എന്ന അധികായന്റെ നിഴൽ പറ്റി വിജയം കണ്ടെത്തുന്ന ടീം എന്ന നിലയിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു. എന്നാൽ ഈ ടൂർണമെന്റിൽ നാം കണ്ട മത്സരങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്നലെ നടന്ന ഓസീസിനെ തരിപ്പണമാക്കിയ മത്സരത്തിൽ ടീമിന്റെ ശക്തമായ ഒരു കെട്ടുറപ്പോടെയുള്ള മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചില്ലേ? എങ്ങനെയാണ് താങ്കൾ ഗെയിലിനപ്പുറം ടീമിലെ മറ്റുള്ളവരെ വിലയിരുത്തുന്നത്? ഇന്നലത്തെ മാച്ച് കാണുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് പതിവിന് വിപരീതമായി ഒരു നല്ലൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു ടീമായിട്ട് കണ്ടു. ഇന്നലെ അവർ
അവർക്കൊരു ഗ്രൂപ്പ് കൊഹഷൻ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും തമ്മിൽ നന്നായി മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം ഇന്നലെ ശ്രദ്ധിക്കണം, ഇന്നലെ ഇനീഷ്യൽ സ്റ്റേജിൽ ഗെയിലിന് അധികം ബോൾ ഒരിക്കലും കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഗെയിൽ വളരെ കുറച്ച് ബോളേ കളിച്ചിട്ടുള്ളൂ. ഗെയിൽ കളിച്ചിട്ടുള്ള ബോളെല്ലാം ഇന്നിങ്സിൻ്റെ അവസാനമാണ്. തുടക്കത്തിൽ ഗെയിലിന് കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലും വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്കോർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനർത്ഥം തന്നെ അവർ ബാറ്റിങ്ങിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഡിപ്പെൻഡൻസി കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു പ്രൊഫഷണൽ ടീമായിട്ട് ആണ് അവർ മുന്നോട്ട് പോയിരുന്നത്. നേരെ രണ്ടാമത്തെ കാര്യം ഫീൽഡിങ്ങിലാണ്. അന്ന് ഓസ്ട്രേലിയ ആയിട്ട് കളിച്ച ഫസ്റ്റ് മാച്ചിൽ ഒരു മോശമായ ഫീൽഡിംഗ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസ് കാഴ്ചവെച്ചത്. ബോളെല്ലാം മിസ്ഫീൽഡ് ചെയ്യുക, ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുക, ആ ഒരു കാരണങ്ങൾ പല പ്രശ്നങ്ങളും ഓസ്ട്രേലിയക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ വെസ്റ്റ് ഇൻഡീസ് സൈഡിനെ നോക്കുമ്പോൾ അവർ ഭയങ്കര ഊർജ്ജസ്വലരായ ഒരു സംഘത്തെ പോലെയാണ് അവർ അത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ കൂടി എനിക്ക് പറയാനുള്ളത് ഒരു സ്ട്രെയിറ്റ് വന്ന ഒരു ബോള്, ബെയ്ലിയുടെ ഒരു ബോള് രാം പോൾ ഡ്രോപ്പ് ചെയ്തു. അതല്ലാണ്ട് പിന്നെ ഇന്നിങ്സിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് അവർ ഫീൽഡ് ചെയ്തു. പിന്നെ ബോളിങ്ങിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു, ഇനീഷ്യലി ഒരു സ്പിന്നറെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അഗ്രസീവായിട്ടാണ് സ്പിന്നർ എറിയുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു ഒരു നല്ലൊരു കൊഹഷൻ, നല്ലൊരു സ്ട്രെങ്ത്തിൽ ഗ്രൂപ്പായിട്ടുള്ളൊരു ടീമായിട്ടാണ് ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് മൂവ് ചെയ്തിട്ടുള്ളത്. എല്ലാ മേഖലയിലും ഫീൽഡിംഗ് ആയാൽ പോലും, ബാറ്റിംഗ് ആയാൽ പോലും, ബോളിംഗ് ആയാൽ പോലും. കാരണം അതിനൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടി എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സ് വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നലെ ബ്രേവോ ആയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ബ്രേവോ പറഞ്ഞു, നിങ്ങൾ മാച്ച് ജയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ബ്രേവോ പറഞ്ഞു, മാച്ച് ജയിച്ചിട്ടില്ല, ഇനി രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഫീൽഡിംഗ് ഉണ്ട്, ബാറ്റിംഗ് ഉണ്ട്. ഫീൽഡിംഗ് ഉണ്ട്, ബോളിംഗ് ഉണ്ട്. ഇതിൽ ബാറ്റിംഗ് ചെയ്ത പോലെ തന്നെ നല്ല ഒരു രീതിയിൽ ഫീൽഡിങ്ങും ബോളിങ്ങും ചെയ്താലേ നമ്മൾ ജയിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലത്തെ മാച്ച് വെസ്റ്റ് ഇൻഡീസ് നല്ല പ്രൊഫഷണൽ നല്ലൊരു യൂണിറ്റ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിനുപരി വെസ്റ്റ് ഇൻഡീസ് ഒരു ടീമായിട്ടാണ് ഇന്നലെ കളിച്ചത്. തീർച്ചയായിട്ടും ശക്തമായ ഒരു ടീം ആയി തന്നെ, കെട്ടുറപ്പുള്ള ഒരു ടീം ആയി തന്നെ 2020-ൽ വിൻഡീസ് നിലനിൽക്കുന്നു. അതേസമയം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇവർ നേരിടാൻ പോകുന്നത് ഏകദേശം തത്തുല്യമായ അല്ലെങ്കിൽ തുല്യശക്തിയുള്ള ശ്രീലങ്കയെയാണ്. ഈ രണ്ട് ശക്തമായ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഏത് രീതിയിലായിരിക്കും മത്സരം മുന്നേറുക? ശ്രീലങ്കയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കൺസിസ്റ്റൻസിയാണ്. എന്ന് പറഞ്ഞാൽ അവർ നിരന്തരമായി 140, 150, 160, 140 to 160 അവർ നിരന്തരമായി സ്കോർ ചെയ്തിരിക്കും. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരെ വിശ്വസിക്കാവുന്ന ബാറ്റ്സ്മാൻമാരാണ്. അതാണ് അവർ ഏറ്റവും വലിയൊരു കൺസിസ്റ്റൻസി. അവർ മിനിമം സ്കോർ അടിക്കും. നേരെ മറിച്ച് വെസ്റ്റ് ഇൻഡീസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ഒരു രണ്ട് എക്സ്ട്രീമിലാണ് കളിക്കുന്നത്. രണ്ട് എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരൊരു ഹ്യൂജ് ടാർഗറ്റ് ചെയ്യും, ഒരു 200 മേലടിക്കും. ഒരുപക്ഷേ വെസ്റ്റ് ഇൻഡീസ് ചിലപ്പോൾ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലേക്കും വെസ്റ്റ് ഇൻഡീസിന് വീഴാം. അതായത് ഒരു 100, 120 എന്ന സ്കോറിലേക്കും വീഴാം. ഈ രണ്ട് ടീമിനെ നോക്കുമ്പോൾ പ്രധാന വ്യത്യാസം കാണുന്നത് ഞാൻ അവിടെയാണ്. പക്ഷേ ഇതിലെല്ലാം ഉപരി ക്രിക്കറ്റ് ഒരു 20-20 മത്സരം ആണെന്നത് കാരണം കൊണ്ട് കുറച്ച് ബോൾസേ കളിക്കുന്നുള്ളൂ. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ എപ്പോഴും ശ്രീലങ്കയുടെ മേലിൽ വരും. രണ്ടാമത്തെ കാര്യം വെറൈറ്റി ഓഫ് ബോളിംഗ് അറ്റാക്കാണ്. ശ്രീലങ്കയുടെ ബോളിംഗ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ലസിത് മലിംഗ എന്നുള്ളൊരു ബോളർ ഇനീഷ്യൽ ഓവേഴ്സിൽ നന്നായി എറിയണു. എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്ലോഗ് ഓവേഴ്സിൽ, അതായത് 19 to 20 ഓവേഴ്സ് അല്ലെങ്കിൽ 18 ഓവേഴ്സിലൊക്കെ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ബോളറാണ്. നല്ല യോക്കർ ലെങ്ത് ബോളുകളാണ് എറിയുക. അതാണ് ലസിത് മലിംഗനെ കുറിച്ച് ഒരെണ്ണം. രണ്ടാമത് അജിന്ത മെൻഡിസ് ഉണ്ട്, പിന്നെ അവരിൽ ജീവൻ മെൻഡിസ് ഉണ്ട്. വെറൈറ്റി ഓഫ് ബോളിംഗ് അറ്റാക്സ് ആണ്. പല റേഞ്ചിലാണ് അവരുടെ ബോൾ വരുന്നത്. മാത്യൂസ് ഒരു മീഡിയം പേസ് ബോളറാണ്. നുവാൻ കുലശേഖര വേറൊരു റേഞ്ചിൽ ബോൾ ചെയ്യുന്ന ആളാണ്. നേരെ മറിച്ച് വിൻഡീസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മാനാണ്. അതായത് സുനിൽ നരയൻ എന്ന ഒരു സിംഗിൾ മാനിനെ വെച്ചിട്ടാണ് വിൻഡീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡ് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ശ്രീലങ്കയ്ക്കാണ് കൊടുക്കാൻ പറ്റുക. കാരണം അവരുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്സിൻ്റെ കൺസിസ്റ്റൻസി, ബോളിങ്ങിൻ്റെ വെറൈറ്റി ഓഫ് ബോളിംഗ് അറ്റാക്ക്, പിന്നെ മൂന്നാമത് അവർ ആതിഥേയർ എന്നുള്ള ഒരു മെച്ചം കൂടി ശ്രീലങ്കയ്ക്ക് ഉണ്ട്. അതിനേക്കാൾ ഉപരി ആതിഥേയരാകുമ്പോൾ ഒരു മെച്ചത്തിനൊപ്പം ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ സിറ്റുവേഷൻ ചിലപ്പോൾ ശ്രീലങ്ക ഫേസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആരാണ് വിൻ ചെയ്യുക. എങ്കിലും ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് എപ്പോഴും ശ്രീലങ്കയ്ക്കാണ് മുന്നോട്ട് കൊടുക്കുന്നത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടുന്നത് ഒരു നിർണായക ഘടകമായിരിക്കും. കാരണം കഴിഞ്ഞ 2 സെമിഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് അനുകൂലമായ രീതിയിൽ മത്സരത്തിൻ്റെ ഗതി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നാം കണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് നേടുകയും വിൻഡീസിന് ബാറ്റിംഗ് ലഭിക്കുകയും ചെയ്താൽ വിജയം വിൻഡീസിൻ്റെ പക്ഷത്തായിരിക്കുമോ?
ക്രിക്കറ്റിൽ ഓട്ടോമാറ്റിക്കലി ആദ്യം അത് വിൻഡീസിൻ്റെ ഒരു പിച്ചിന് പ്രത്യേകതയേക്കാൾ ഉപരി അതൊരു ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ക്രിക്കറ്റിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമാണ് കൂടുതൽ വിൻ ചെയ്യുന്നത്. കാരണം ചേസിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ടാർഗറ്റ് നമ്മുടെ മുന്നിലുണ്ട്. ശരിക്കും ക്രിക്കറ്റിലെ എല്ലാ വശങ്ങളും നോക്കുമ്പോൾ ചേസിംഗ് ആണ് അഡ്വാൻറ്റേജ് എങ്കിൽ പോലും ചേസിങ്ങിനൊരു ടെൻഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഓവേഴ്സിൽ 4 റൺ അടിക്കണം, ആ ഓവറിൽ അടിക്കാൻ പറ്റില്ല, അടുത്ത ഓവറിൽ 5 ആയി 6 ആയി, ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നു. പിന്നെ ശ്രീലങ്കൻ പിച്ചിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത് ബാറ്റ് ചെയ്യണ ടീമിന് എപ്പോഴും ഒരു പ്രോബ്ലം. ഇപ്പം നമ്മൾ എത്ര നാളെ കളിയെ കണ്ടതിൽ വെച്ചിട്ട് ശ്രീലങ്ക രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു പരാജയമാണ് കൂടുതൽ സംഭവിക്കാറ്. പക്ഷേ എനിക്ക് ഫൈനലിൽ വിൻഡീസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം തോന്നില്ല. കാരണം വിൻഡീസിന് അങ്ങനെ ഒരു ഇപ്പോൾ ഫസ്റ്റ് ശ്രീലങ്ക ബാറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു സ്കോർ ഒരു 160 170 അടിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ, എന്നാലും വിൻഡീസിന് അത് ചേസ് ചെയ്യാൻ പറ്റും. കാരണം വിൻഡീസിൻ്റെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാണ് അതിൻ്റെ ഒരു 3 4 5 മാച്ച് വിന്നിങ് ബാറ്റ്സ്മാൻമാരാണ് ഈ വിൻഡീസിലുള്ളത്. പൊളാർഡിന് മാച്ച് വിൻ ചെയ്യാൻ പറ്റും, ബ്രാവോന് വിൻ ചെയ്യാം, ഗെയിലിന് വിൻ ചെയ്യാം. പിന്നെ അവരുടെ ഒരു 3 4 മാച്ച് വിന്നിങ് ബാറ്റ്സ്മാൻമാരുള്ളത് കൊണ്ട് എനിക്കതിൽ പ്രസക്തി തോന്നുന്നില്ല. ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിലോ സെക്കൻഡ് ബാറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നില്ല, വിൻഡീസ് എന്ന എതിരാളി ആയതുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ സുനിൽ രാമചന്ദ്രൻ, സൂപ്പർ 20യിൽ അതിഥിയായി എത്തിയതിനും ചോദ്യങ്ങളോട് പ്രതികരിച്ചതിനും. ലോക കുട്ടി ക്രിക്കറ്റ് മാമാങ്കത്തിന് തിരശ്ശീല താഴാൻ ഒരു ദിനം ബാക്കി നിൽക്കെ തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന് വേദിയൊരുക്കി കാത്തിരിക്കുകയാണ് ശ്രീലങ്കൻ ദ്വീപ്. വൻ കുതിപ്പുകൾ നടത്തിവന്ന പാകിസ്ഥാനെ സെമിയിൽ അടിച്ചോടിച്ചാണ് ആതിഥേയരായ സിംഹളക്കുട്ടികൾ കരീബിയൻ പ്ലേ ബോയ്സുമായി ഏറ്റുമുട്ടാനിറങ്ങുന്നത്. ഗ്രൂപ്പ് തലം മുതൽ ഓരോ മത്സരവും ആതിഥേയർ വളരെ ആധികാരികമായി മുന്നേറിയാണ് വിജയതീരത്തെടുത്തത്. എന്നാൽ വിൻഡീസ് ആകട്ടെ ഗ്രൂപ്പ് തലത്തിൽ 2ാം സ്ഥാനക്കാരായാണ് സൂപ്പർ 8ൽ കടന്നത്. 3 സൂപ്പർ 8 മത്സരങ്ങളും വിജയിച്ച് സ്വന്തം തട്ടകത്തിന് രാജാക്കന്മാർ തങ്ങൾ തന്നെയെന്ന് അടിവരയിടുന്ന കളിമികവാണ് സിംഹളർ നേടിയത്. മഹേള ജയവർദ്ധനയുടെ നേതൃപാടവവും തിലകരത്ന ദിൽഷന്റെ തുടക്കം കുറിക്കുന്ന അറ്റാക്കിംഗ് ബാറ്റിംഗും മധ്യനിരയിലെ വിശ്വസ്തനും ഒപ്പം തന്നെ റൺ റേറ്റ് താഴാതെ നിലനിർത്തുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കുമാർ സംഗക്കാരയും ചേർന്ന് കഴിയുമ്പോൾ തന്നെ ശ്രീലങ്കൻ ബാറ്റിംഗിന്റെ കരുത്ത് മനസ്സിലാക്കാം. ലസിത് മലിംഗ അടങ്ങുന്ന ബൌളിംഗ് നിര അതിശക്തമാണ്. നുവാൻ കുലശേഖര, അജാന്ത മെൻഡിസ്, ഹെറാത്ത് എന്നിങ്ങനെ റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന ബൌളർമാരും ലങ്കയുടെ കരുത്താണ്. ഇതിനു പുറമെ ഏഞ്ചലോ മാത്യൂസിന്റെ ഓൾറൗണ്ട് മികവും എടുത്തു പറയേണ്ടതു തന്നെ. എന്നാൽ പ്രകടന മികവിൽ ലങ്കയ്ക്കൊപ്പം തന്നെയാണ് കരീബിയൻ പടയും. 2020യുടെ വെടിക്കെട്ട് വീരൻ ക്രിസ് ഗെയിൽ തന്നെയാണ് അവരുടെ കരുത്ത്. തുടർന്നു വരുന്ന ഡ്വെയ്ൻ ബ്രാവോയും കെയ്റോൺ പൊള്ളാർഡും കൂറ്റനടിക്ക് മുതിർന്നാൽ മരതക ദ്വീപിൽ കുട്ടി ക്രിക്കറ്റ് പൂരത്തിന് അരങ്ങൊരുങ്ങും എന്നുറപ്പ്. ബൌളിംഗ് നിരയും ഭേദപ്പെട്ട പ്രകടനമാണ് ടൂർണമെന്റിൽ കാഴ്ചവെച്ചത് എന്നത് കരീബിയൻ ദ്വീപുകാർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. സുനിൽ നരൈൻ, രവി രാംപോൾ, വിൻഡീസ് നായകൻ സമി, പിന്നെ ബ്രാവോയും പൊള്ളാർഡും ബൗൾ കൈകാര്യം ചെയ്യുന്നതിൽ മികവ് പുലർത്തി. കണക്കിലും കളിയിലും ഇരുകൂട്ടരും ഒട്ടും പിന്നിലല്ല. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സാഹചര്യത്തിൽ സൂപ്പർ 8ലെ ഒരേ ഗ്രൂപ്പുകാരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സൂപ്പർ 8ൽ ശ്രീലങ്കയോട് പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും സെമിയിൽ ഓസ്ട്രേലിയയെ 74 റൺസിന് തോൽപ്പിച്ചാണ് വിൻഡീസ് അവസാന പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ഗെയിലിന്റെ ബാറ്റിംഗ് കണ്ട് അല്പം ഞെട്ടിയെങ്കിലും തുടക്കത്തിലെ ഗെയിലിനെ മടക്കിയാൽ ലങ്കൻ വിജയം എളുപ്പമാകും എന്ന പ്രതീക്ഷയിലാണ് ലങ്കൻ നിര. പിന്നെ സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുന്നു എന്ന ഊർജ്ജവും അവർക്കുണ്ട്. സൂപ്പർ 8ലെ ഒരേ ഗ്രൂപ്പുകാർ എന്നതിലുപരി ഗ്രൂപ്പ് തലത്തിലെ 2ാം സ്ഥാനക്കാർ എന്നതിനപ്പുറം ഇരു ദ്വീപുകാർ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഇത് എന്നതും ആവേശം കൂട്ടും. സ്പോർട്സ് ഡെസ്ക് TCV. ലോകത്തിലാദ്യമായി ക്രിക്കറ്റ് മുഖ്യപ്രമേയമാക്കിയ ചിത്രമെന്നതായിരുന്നു ലഗാൻ എന്ന സിനിമയുടെ സവിശേഷത. കോളനിവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും രസക്കൂട്ടുകളിൽ ചാലിച്ചെടുത്ത ഈ ചിത്രം ഇന്നും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അമീർ ഖാൻ നിർമ്മിക്കുകയും നായകനാവുകയും ചെയ്ത ലഗാൻ എന്ന ചിത്രം ഓസ്കാർ എൻട്രി നേടിയ ഇന്ത്യൻ ചിത്രമാണ്. അശുതോഷ് ഗവാരിക്കർ എന്ന സംവിധായകൻ ഒരുക്കിയ ചിത്രത്തിൽ ക്രിക്കറ്റ് എന്ന കളിയെ കലാപരമായി അണിയിച്ചൊരുക്കി എന്നതാണ് പ്രത്യേകത. ഗുജറാത്തിലെ ചമ്പനാർ എന്ന ഉൾഗ്രാമത്തിലെ ഗ്രാമീണരുടെ പോരാട്ടവീര്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും കൂടി കഥയാണ് ലഗാൻ. ബ്രിട്ടീഷ് ഭരണാധികാരികൾ അമിതമായ നികുതി അടിച്ചേൽപ്പിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധമുയർത്തിയ ഗ്രാമീണരെ പരിഹസിക്കുന്നതിനു വേണ്ടി അധികൃതർ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. തങ്ങളെ ക്രിക്കറ്റ് കളിയിൽ തോൽപ്പിച്ചാൽ 3 വർഷത്തെ നികുതി ഇളവ് ചെയ്ത് നൽകാമെന്ന അധികാരികളുടെ വെല്ലുവിളി ഗ്രാമവാസികൾ സധൈര്യം ഏറ്റെടുക്കുന്നു. അമീർ ഖാൻ അവതരിപ്പിച്ച ഭുവൻ എന്ന നായക കഥാപാത്രത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമവാസികൾ ബ്രിട്ടീഷുകാരെ കളിക്കളത്തിൽ നേരിടാനൊരുങ്ങുന്നു.
ക്രിക്കറ്റ് എന്ന കളി കണ്ടിട്ട് പോലുമില്ലാത്തവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്തം ഭുവൻ ഏറ്റെടുക്കുന്നതും ഒടുവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കളിക്കളത്തിൽ ഐതിഹാസികമായ വിജയം കരസ്ഥമാക്കുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം. 3.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ ഓരോ സെക്കൻഡും ആകാംക്ഷയും ആവേശവും നിറഞ്ഞ അനുഭവമാക്കാൻ സാധിച്ചതാണ് ചിത്രത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. ഭൂരിഭാഗം സമയവും ക്രിക്കറ്റ് എന്ന കളിയുടെ പിരിമുറുക്കവും ആകസ്മികതയും ഒപ്പം രാജ്യസ്നേഹത്തിന്റെ ഒളിമങ്ങാത്ത വികാരവും സമർത്ഥമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ചിത്രം ഒരുക്കിയത്. ഗ്രേസി സിംഗ് ആയിരുന്നു ചിത്രത്തിലെ നായിക. AR റഹ്മാൻ ഈണം പകർന്ന ഗാനങ്ങൾ ചിത്രത്തിന്റെ ആകർഷണ ഘടകമായിരുന്നു. വിദേശ താരങ്ങൾ അണിനിരന്ന ചിത്രം കോളനിവൽക്കരണത്തിനെതിരെ ഗ്രാമീണരായ ഒരു കൂട്ടം ഇന്ത്യക്കാർ നടത്തിയ വീരഗാഥ കൂടിയായി മാറി. അതിനെ സായിപ്പിന്റെ കളിയായ ക്രിക്കറ്റിനെ തന്നെ കരുവാക്കിയതും വിമർശക പ്രശംസ കരസ്ഥമാക്കാൻ കാരണമാക്കി. ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ ചിത്രം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരെ സിനിമാ പ്രേമികളാക്കുകയും സിനിമയെ സ്നേഹിക്കുന്നവരെ ക്രിക്കറ്റ് പ്രേമികളാക്കി എന്നതും ചരിത്രം. बिल्कुल अपने बापू जैसे बोला था, वो ऐसे ही जुझारू थे, खरी बोलते थे. भरोसा है मुझे तुझ पे, तेरी हिम्मत पे. സ്പോർട്സ് ഡെസ്ക് TCV. ഇതോടെ ഇന്നത്തെ സൂപ്പർ 20 ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശദാംശങ്ങളും ഫൈനലിന്റെ വിജയ സാധ്യതകളുമൊക്കെയായി നാളെ ഇതേ സമയം കണ്ടുമുട്ടാം. നമസ്കാരം.